ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്യാൻസ് കറി വേൾഡ്. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മളിവിടെ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നല്ലെണ്ണയിലിട്ട് വരട്ടിയെടുത്തിട്ടുള്ള നെല്ലിക്ക അച്ചാറാണ്. ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണിത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നെല്ലിക്കയാണിത്. അതിനെ ഞാനൊരു തുണി കൊണ്ട് നന്നായി വെള്ളമൊക്കെ തുടച്ച് വെച്ചിട്ടുള്ളതാണിത്. നമ്മുടെ ഈ അച്ചാറിൽ ഉപയോഗിക്കുന്ന നെല്ലിക്കയ്ക്ക് വെള്ളം നനവൊന്നും പാടില്ല. അപ്പോൾ അതിനെ നല്ലോണം ഒരു തുണി കൊണ്ടൊന്ന് തുടച്ച് വെച്ചിട്ടുള്ളതാണ് നെല്ലിക്ക. ഇനി നമ്മൾ ഈ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ട് അതിലേക്ക് ഒരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുക്കുക. ഈ പാൻ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയിലാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ അച്ചാർ നല്ലെണ്ണയിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഓയില് അതിലൊന്നും ഈ അച്ചാർ ഉണ്ടാക്കണ്ട. നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് അതിന് പ്രത്യേക സ്വാദ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ നല്ലെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നെല്ലിക്കേനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ നല്ലെണ്ണയിൽ നമുക്ക് ഈ നെല്ലിക്കേനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മളിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. നെല്ലിക്കേനെ നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ നല്ലെണ്ണയിൽ അത് നന്നായി റോസ്റ്റായി കിട്ടും. ഇപ്പം ഏകദേശം അതിൻ്റെ നിറം ഒന്ന് മാറി ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട് നെല്ലിക്ക. ഇനി അതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പാകം. കണ്ടില്ലേ, ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നെല്ലിക്ക നല്ലോണം റോസ്റ്റായി വന്നു ഈ നല്ലെണ്ണയിൽ കിടന്നിട്ട്. ഇനി നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ കായം പൊടിച്ചത് ഇട്ട് കൊടുക്കുക. കായപ്പൊടി ആയാലും മതി. 1 ടീസ്പൂൺ. ഇപ്പം നമ്മളുടെ കയ്യിൽ കായപ്പൊടി ഇല്ലെങ്കിൽ കായത്തിനെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചാൽ മതി. അത് 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഉപ്പിലും കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടണം. ഈ നെല്ലിക്കേനെ ഈ ഉപ്പും അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയും നന്നായി ഇങ്ങനെ പൊതിഞ്ഞ് വരും. കണ്ടില്ലേ? അപ്പം അത് നന്നായിട്ട് ഈ നെല്ലിക്കയിലൊക്കെ നല്ലോണം പിടിച്ചു വന്നു. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലിട്ടുണ്ടെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നല്ലോണം എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിനൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. ഈ നെല്ലിക്കയിലെ കണ്ടില്ലേ നല്ലോണം ഇതൊക്കെ നല്ലോണം പിടിച്ചു. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഉലുവേനെ ഒന്ന് വറുക്കുക. എന്നിട്ട് അതിനെ നല്ലോണം ഒന്ന് പൊടിക്കുക. അത് 1 ടീസ്പൂണാണ് ഈ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഈ ഉലുവപ്പൊടി നമ്മൾ ചൂടുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ ഉലുവയുടെ ഒരു കയ്പ്പ് രുചി ഈ അച്ചാറിന് വരും. അപ്പോൾ നല്ലോണം ഇത് ചൂടാറിയതിന് ശേഷം മാത്രം ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഈ അച്ചാറിലേക്ക് ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ ആരും. ഇപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ കണ്ടില്ലേ, എല്ലാ ഭാഗത്തേക്കും നല്ലോണം ഇത് യോജിച്ചു. ഇനി നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ അച്ചാർ കുറേ ദിവസം കേടുകൂടാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിനേഗർ ഒഴിക്കുന്നത്. വിനേഗറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം അത് ഒഴിച്ചാൽ മതി. അത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനൊരു ബൗളിലേക്ക് മാറ്റി. കണ്ടില്ലേ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലെണ്ണയിൽ വരട്ടിയെടുത്തിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ ഉപയോഗിക്കണ്ട. ഇതിനെ നമ്മളൊരു ചില്ലുകുപ്പിയിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രം ഇത് എടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ആ നെല്ലിക്ക എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാം അതിൻ്റെ ഓരോ അല്ലിയുടെ ഉള്ളിലേക്കും ഈ നല്ലെണ്ണ നല്ലോണം ഇറങ്ങിയിട്ട് അതേപോലെ തന്നെ അതിൻ്റെ ഉപ്പും അതുപോലെ തന്നെ മുളകും ഒക്കെ നല്ലോണം പിടിച്ചിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ടാവും. എല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. സൂപ്പർ ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇത്. വൈറ്റമിൻ സിയും ബിയും അതുപോലെ തന്നെ കാൽസ്യം അയണും എല്ലാതും ഉള്ളതല്ലേ നമ്മുടെ ഈ നെല്ലിക്ക. എല്ലാവരും നെല്ലിക്ക അച്ചാർ എന്തായാലും ഉണ്ടാക്കണം. എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.